കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. നവകവും പഞ്ചഗവ്യമൊക്കെ ആടലൊക്കെ കഴിഞ്ഞ് വളരെ സുന്ദരമായിട്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കുന്നത്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നോക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിൽ പോയി മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും ആ കേശവൻ്റെ 2 കൊമ്പുകളും അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി അകത്തേക്ക് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കെടാവിളക്കും ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ ആ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഇങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ വിശേഷമായിട്ട് ഇങ്ങനെ ആ പ്രകാശധാര ഇങ്ങനെ, അതായത് ആ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ നെയ്വിളക്ക് ഇങ്ങനെ ആ വിളക്കുകൾ ഇങ്ങനെ, വിളക്കിലെ ദീപങ്ങൾ ഇങ്ങനെ ചാഞ്ചാടി കളിക്കുകയാണ്. അപ്പോൾ എന്താ നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ആ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, കാലെങ്ങനെ വെച്ചാൽ പിണച്ചു വെച്ചെണ്ണ. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പട്ട് കോണവും കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴലിങ്ങനെ വായിക്കുകയാണ്. പിന്നെ കഴുത്തിലൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലമൊട്ട് മാല. അതേപോലെ വെറുതെ എല്ലാ വിളക്കിൻ്റെ തിരുനാളം നൃത്തം ചെയ്യുന്നത്. കാരണം ഉണ്ണി ഇങ്ങനെ പാട്ട് പാടുകയല്ലേ, പൊന്നോടക്കുഴലിൻ്റെ നാദം കേട്ടിട്ടാണ് നമ്മുടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിലുള്ള ആ തിരുനാളങ്ങൾ, ആ നെയ്ദീപങ്ങൾ ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ്. കാരണം നമ്മുടെ പൊന്നുണ്ണി ഇങ്ങനെ മുരളീധരനായിട്ടിങ്ങനെ, വേണുഗോപാലനായിട്ടിങ്ങനെ ആ നാദവിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ടാണ് കേട്ടോ, വെറുതെ അല്ല. നമ്മൾ നോക്കിയപ്പോഴേ ആദ്യം തന്നെ ആ ചാഞ്ചാട്ടം ഇങ്ങനെ കണ്ടു. അപ്പോൾ എന്താ നോക്കിയതാ. അപ്പോൾ അങ്ങനെ കാണാനുള്ളത്, ഉണ്ണീനെ കാണുന്നത് അതേപോലെ നല്ല ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ്, നല്ല സുന്ദരമായ ഭാവത്തോട് കൂടിയിട്ട് ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാല ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് വെളുത്ത പൂവ് മാത്രമായിട്ടും പിന്നെ ഒന്ന് വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കാതിൽ. വലിയ ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി ആയിട്ടുള്ളത്. അങ്ങനെ നല്ല രസമായിട്ടാണ് കാണുന്നത്. ആ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച ദീപങ്ങൾ പോലും കാണുന്നു എന്നുള്ളതാണ്. ആ ദീപങ്ങൾ പോലും അത് കണ്ട് ആ മനോഹാരിതയിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടാണ് അവർ താളം പിടിക്കുകയാണ്. ആ ദീപങ്ങൾ താളം പിടിച്ചാണ്, ആ താളത്തിനനുസരിച്ചാണ് അവരുടെ ദീപം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടുന്നത്. അതാണ് ഇന്നത്തെ ഒരു കാഴ്ച, ഭഗവാന്റെ ശ്രീലകത്തുള്ള ആ ഒരു കാഴ്ച. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഭഗവാന്റെ തിരുമുമ്പിലേക്ക് നിന്ന് ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നമ്മളിങ്ങനെ ഇറങ്ങി പിന്നീട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ നോക്കി തൊഴുത് ലിലക്കണ്ണനെയും അതേപോലെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊരു തിരക്കുണ്ട്. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗണേശനിങ്ങനെ ചന്ദനച്ചാർത്തായിട്ടുണ്ട്. മുഖമൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. കൊമ്പ്, തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തി. അതേപോലെ നല്ലൊരു കിരീടം വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ. അതേപോലെ തന്നെ നല്ല വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാലകളുണ്ട്. അതേപോലെ ധാരാളം പൂക്കളുണ്ട്. താമരപ്പൂവൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, കറുകയും എല്ലാം ഉണ്ട്. നല്ല രസമായിട്ട് കാണാനുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ മായാലക്ഷ്മീനെയും അതേപോലെ
കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെയൊക്കെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം അതൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ വാങ്ങിയതിന് ശേഷം ബാക്കിയുള്ള വാമനനെ കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷം കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. പത്മനാഭസ്വാമിയുടെ അവിടെയുണ്ട് ധാരാളം പൂക്കൾ. ബ്രഹ്മാവിനൊക്കെ മാല, വലിയ ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. മഹാവിഷ്ണുവിന് താമര കൊണ്ട് ഇങ്ങനെ മുകളിലിങ്ങനെ വെച്ചിട്ടുണ്ട്. മുകളിലിങ്ങനെ വിധാനമായിട്ട് തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഭഗവാന്റെ ശ്രീലകത്തു നിന്നുള്ള പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതും കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നെ അങ്ങനെ വന്ന് മുരുകനെ കണ്ടു തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നുമില്ല കേട്ടോ, മാലകളും ഇല്ല, എന്താ പറയുക, കുറച്ച് കുങ്കുമം പോലും ഇല്ല എന്ന്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടേക്ക് വരിക. അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. പിന്നെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ നൃത്താറയും മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിലേക്ക് അവിടെ വരിക. അപ്പോൾ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ തിരക്കുണ്ട്. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ നിറയെ പൂക്കളുണ്ട്. അതേപോലെ ചുവന്ന പട്ട്, ആകെ ചുവന്ന പ്രസരിപ്പാണ് കാണുന്നത്. ഗോളകയാണ്, എന്നാലും ഭയങ്കര ചുവപ്പ്, നല്ല ചുവപ്പ്. പൂക്കളും ചുവപ്പ്, പട്ടും ചുവപ്പ്, ഒക്കെ ചുവപ്പ്. നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരെ പോകുന്ന പോലെ, മമ്മിയൂർ പോയി ദർശനം കിട്ടുന്ന പോലെ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമുക്ക് ആ മുരളീധരനെ ഒന്നുകൂടി കണ്ട് തൊഴുതാം. വളരെ നന്നായി. അങ്ങനെ അവിടെ നമസ്കരിച്ച് അതേപോലെ കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോൾ ഇന്ന് നല്ല രസമായിട്ടുണ്ട്. അവിടെ കുറച്ചൊക്കെ തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തലയിൽ നല്ല സ്വർണ്ണ കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടിങ്ങനെ വലിയ മാലകളുണ്ട്, കാതിൽ കടുക്കനൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോകുന്നു, പ്രദക്ഷിണം ചെയ്ത് പോകുന്നു. പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് എന്നിട്ടങ്ങനെ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപീനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വന്ന് ഭഗവതി നടയിലും തുടർന്ന് ഇങ്ങനെ വന്ന് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ടും നമ്മുടെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ആ മുരളീധര സ്വരൂപിയെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു, മനസ്സ് നിറഞ്ഞു, സന്തോഷമായി. അപ്പോൾ ആ ഒരു
അനുഭവം നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ, അതായത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് നമ്മളിലേക്ക് എത്തും. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. പിന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കനിയട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.